ബി.ജെ.പിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി ക്രൈസ്തവ സഭയെയും വിശ്വാസി സമൂഹത്തെയും കെട്ടുന്നതിന് വേണ്ടി അച്ചാരം വാങ്ങിയ ആളുകളാണ് പി.സി. ജോർജും ഷോൺ ജോർജും. സത്യത്തിൽ പി.സി. ജോർജിനെ പോലെ ഒരാൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് ബിഷപ്പിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നേരെ മറിച്ച് ഇതുപോലെ സമൂഹത്തിൽ മോശപ്പെട്ട ഒരാൾ സഭാപിതാവിന് അനുകൂലമായി സംസാരിച്ചാൽ അത് ഏറ്റവും മോശമായിപ്പോയി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പി.സി. ജോർജും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും സഭാപിതാക്കന്മാർക്കെതിരെയും ദീപിക പത്രത്തിനെതിരെയും അസഭ്യവർഷം ചൊരിഞ്ഞുകൊണ്ട് രംഗപ്രവേശം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഇക്കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ, ബി.ജെ.പിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി ക്രൈസ്തവ സഭയെയും വിശ്വാസി സമൂഹത്തെയും കെട്ടുന്നതിന് വേണ്ടി അച്ചാരം വാങ്ങിയ ആളുകളാണ് പി.സി. ജോർജും ഷോൺ ജോർജും. അതിൻ്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും കിട്ടാനുണ്ട് എങ്കിൽ ബി.ജെ.പിയുടെ കയ്യിൽ നിന്നും പാദസേവ നടത്തി അവർക്ക് പാദസേവ ചെയ്തുകൊണ്ട് വാങ്ങിച്ചെടുക്കുക എന്നുള്ളതല്ലാതെ ഇവിടെ വിശ്വാസി സമൂഹത്തെയും അതുപോലെ ജനാധിപത്യ വിശ്വാസികളെയും ഇകഴ്ത്തി കാണിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തികളുമായി മുൻപോട്ട് പോകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ ബി.ജെ.പി നേതൃത്വത്തിൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ അതവർ ചോദിച്ചു മേടിക്കുകയോ ഇനി അതല്ലെങ്കിൽ എരന്ന് മേടിക്കുകയോ എന്തെങ്കിലും അവർ ചെയ്തോട്ടെ. പക്ഷേ അതിനപ്പുറത്ത് ഈ വിധത്തിലുള്ള പ്രസ്താവനകൾ നടത്തി സമൂഹത്തിൽ ഏറ്റവും ആദരവ് ഏറ്റുവാങ്ങുന്ന സഭാപിതാക്കന്മാർക്കെതിരെയൊക്കെ ഈ വിധത്തിലുള്ള ശബ്ദങ്ങൾ ഉയർത്തുന്നത് അത് ഒരു കാരണവശാലും കേരളീയ പൊതുസമൂഹം അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമല്ല. മറ്റൊരു കാര്യം, ഇപ്പോൾ പി.സി. ജോർജിനെ പോലെ ഏറ്റവും മോശപ്പെട്ട ഒരാൾ കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരെയാണെന്ന് തോന്നുന്നു ആ വിധത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചത്. സത്യത്തിൽ പി.സി. ജോർജിനെ പോലെ ഒരാൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് ബിഷപ്പിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നേരെ മറിച്ച് ഇതുപോലെ സമൂഹത്തിൽ മോശപ്പെട്ട ഒരാൾ സഭാപിതാവിന് അനുകൂലമായി സംസാരിച്ചാൽ അത് ഏറ്റവും മോശമായി പോകും. മാത്രമല്ല അത് അദ്ദേഹവും പിതാവും അല്ലെങ്കിൽ പിതാവിനെ അദ്ദേഹം അംഗീകരിക്കുന്നു അല്ലെങ്കിൽ പിതാവ് അദ്ദേഹത്തോട് ഒത്തുചേർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ നാണക്കേടും മാനക്കേടുമാണ്. അതുകൊണ്ട് പി.സി. ജോർജ് ഇങ്ങനെ തന്നെ പറഞ്ഞത് നന്നായി. കാരണം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ തനിനിറം എന്താണെന്നും അദ്ദേഹം ഏത് വിധത്തിൽ പ്രവർത്തിക്കുന്നുവെന്നും എന്താണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതൊക്കെ വിളിച്ചു പറയുമ്പോൾ അത് സമൂഹത്തിന് കുറേ കൂടി ബോധ്യപ്പെടുകയാണ്. മാത്രമല്ല സഭാപിതാവ് എന്നുള്ള നിലയിൽ കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെ പോലെയുള്ള ആളുകൾ ഏറ്റവും ഉദാരമായ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്ന ആളുകളാണ്. തികഞ്ഞ സാത്വികനാണ്. എല്ലാ വിധത്തിലും എല്ലാ കാര്യങ്ങളിലും തികഞ്ഞ മതേതര ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ സമൂഹത്തിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന സമുദായ നേതാക്കന്മാരെ ഈ വിധത്തിൽ ആക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ നിലവാരം കൂടി പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ പറയപ്പെടേണ്ടതായിട്ടുള്ളൊരു വിഷയം, ഇപ്പോൾ ഷോൺ ജോർജിൻ്റെ പ്രസ്താവന, അദ്ദേഹം പറയുന്നത് ദീപിക പത്രം എനിക്ക് അനുകൂലമായി എഴുതിക്കൊള്ളണം. ദീപിക പത്രം എന്ന് പറയുന്നത് ഏത് ചരിത്ര പാരമ്പര്യത്തിൽ നിന്നും വരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇദ്ദേഹം മനസ്സിലാക്കണ്ടേ. ദീപിക പത്രം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പഴമയുള്ള ഏറ്റവും ഒരു നൂറ്റാണ്ടിനപ്പുറത്ത് ചരിത്രമുള്ള അല്ലെങ്കിൽ അത്രയും പഴക്കമുള്ള ഒരു ദിനപത്രമാണ്. പത്രം മുത്തശ്ശിയാണ്, ആദ്യത്തെ ദിനപത്രമാണ്. അപ്പോൾ ആ പത്രം എങ്ങനെ സംസാരിക്കണം, മുഖപ്രസംഗം എഴുതണം എന്നുള്ള കൽപ്പനയാണ് ഷോൺ ജോർജിനെ പോലെയുള്ള പി.സി. ജോർജിനെ പോലെയുള്ള ആളുകൾ കൊടുക്കുന്നത്. അദ്ദേഹം ഉപയോഗിച്ചൊരു സെൻറ്റൻസ്, ഞങ്ങളിനി കേന്ദ്രത്തിന് മുൻപിൽ എങ്ങനെ ഈ പത്രത്തിൻ്റെ മുഖപ്രസംഗം എടുത്തു കാണിക്കും, സഭയ്ക്ക് എതിരായി നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങൾ എങ്ങനെ പ്രതിരോധിക്കും, പിന്നെ ഇവരുടെ ചെലവിലില്ലേ എന്ന് വെച്ച് ഈ പറയുന്നത് പോലെ ദീപികയും പറയപ്പെടുന്ന സമുദായ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സഭാ സമൂഹവും ഒക്കെ കഴിഞ്ഞുകൂടുന്നത് എന്നുള്ളത് ഇവരൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇവരുടെ ആരെങ്കിലും ഔദാര്യത്തിലാണോ ഈ പറയപ്പെടുന്ന പ്രസ്ഥാനങ്ങളൊക്കെ നടന്നു പോകുന്നത്? അങ്ങനെ ആരുടെയെങ്കിലും ഭീഷണിക്ക് മുമ്പിൽ ഇവർ വഴങ്ങുന്നവരാണ്. അങ്ങനെ ഭയപ്പെടുത്തി കൂടെ നിർത്താമെന്നാണ് ബി.ജെ.പി വിചാരിച്ചത്. ഇപ്പോൾ FCRA ബില്ല് അതിനെ സംബന്ധിച്ചാണ് പത്രം
മുഖപ്രസംഗം എഴുതിയതെങ്കിൽ അത് ആ പത്രത്തിൻ്റെ ധർമ്മമാണ്. FCRA ബില്ല് എന്ന് പറയുന്നത് ഈ നാട്ടിൽ ചാരിറ്റബിൾ സംഘടന നടത്തുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് കൂച്ചുവിലങ്ങിടുന്ന ഒരു പ്രവൃത്തിയാണ് പുതിയ FCRA ബില്ല് കൊണ്ട് കേന്ദ്രം ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് വിവാദമുണ്ടായത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഇടപെട്ടിട്ടാണ് അത് മാറ്റിയിട്ടുണ്ടോ? ഇപ്പോൾ FCRA ബില്ല് കേന്ദ്രം പിൻവലിച്ചുവെങ്കിൽ ഇവർ ഈ പറയുന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും. ഞങ്ങൾ ഇടപെട്ടിട്ടാണ് FCRA ബില്ലിൻ്റെ കാര്യത്തിൽ പരിഹാരമുണ്ട്. എന്ത് പരിഹാരം ഉണ്ടായെന്നാണ് പറയുന്നത്?